ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവൻ അതിന് രഹോബോത്ത് എന്ന പേർ ഇട്ടു. നമുക്കറിയാം, ഇസഹാക്ക് ആ ആണ്ടിൽ വിതച്ച് അവന് 100 മേനി കൊയ്ത്തുണ്ടായി. ഫിലിസ്തീർക്ക് അവന് അസൂയ തോന്നിയിട്ട് കർത്താവ് ഇവൻ്റെ പിതാക്കന്മാർ കുഴിച്ച കിണറെല്ലാം അവർ മണ്ണിട്ട് മൂടി. ഹല്ലേലൂയ. അവസാനം വന്ന് ഇവനൊരു കിണർ കുഴിക്കുക. ഇസഹാക്ക് തൻ്റെ കുട്ടികളിൽ ഒരു കിണർ കുഴിക്കുക. ഇവിടെ പറയാം, ആ കിണർ കുഴിച്ചപ്പോൾ അവർ ശണ്ടയിട്ടില്ല. അതിന് രഹോബോത്തൊന്ന് പേരിട്ടുന്ന. രഹോബോത്തെന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ, യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ആ ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവർ രഹോബോത്തെന്ന് പേരിട്ടു. രഹോബോത്ത് എന്ന് പറഞ്ഞ ഒരു സ്വസ്ഥതയുടെ സമയമാണ്. വേറെ ശണ്ടയില്ല, ബഹളമില്ല, ഒന്നുമില്ല. ഒരു സ്വസ്ഥതയുടെ ടൈമാണ്. പക്ഷേ 23-ാമത്തെ വാക്യം വായിക്കും ഇങ്ങനെ പറയുക, അവിടെ നിന്ന് അവർ ബർശബയ്ക്ക് പോയി. ആ സ്വസ്ഥത കൊണ്ട് അവർ നിന്നില്ല. അവിടെ നിന്ന് അവർ ബർശബയ്ക്ക് പോയി. അന്ന് രാത്രി യഹോവ അവന് പ്രത്യക്ഷനായെന്ന്. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഒരു രഹോബോത്തിലായിരിക്കും നിൽക്കുന്നത്. അവിടെ കൊണ്ട് നിൽക്കരുത്. ഒരു സ്വസ്ഥത, ഒരു സമാധാനമുണ്ട്. അവിടെ കൊണ്ട് നിൽക്കല്ല. അടുത്ത സ്റ്റെപ്പ്, അടുത്ത സ്പിരിച്വൽ അടുത്ത സ്റ്റെപ്പ് നീ ലൈഫിൽ വെക്കണം. അവിടെ പറയാം, അവൻ ബർശബയ്ക്ക് പോയി. അന്ന് രാത്രി ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായെന്ന്. കർത്താവേ, നിൻ്റെ സ്വസ്ഥത നീ ഒതുങ്ങിപ്പോകരുത്. അടുത്ത സ്റ്റെപ്പിലേക്ക് നീ മൂവ് ചെയ്യുക. രഹോബോത്ത് നിനക്ക് സ്വസ്ഥത തരും. പക്ഷേ ബർശബ അടുത്ത എൻകൗണ്ടറിലേക്ക് നിന്നെ നടത്തുന്നതായിരിക്കും. എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരു ബർശബയും ഒരു രഹോബോത്തും ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.